സിനിമയിലെ ഏറ്റവും നവീനമായ സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് DI അഥവാ ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ്. ദൃശ്യങ്ങൾക്ക് നിറപ്പൊലിമ പകരുന്ന ഈ പ്രക്രിയ ഇല്ലാതെ ഹോളിവുഡ് ചിത്രങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നില്ല. തരക്കേടില്ലാത്ത ബജറ്റുള്ള ഒട്ടുമിക്ക ഇന്ത്യൻ സിനിമകളിലും ഇപ്പോൾ ഈ പ്രയോഗം നടത്തുന്നുണ്ട്. ഛായാഗ്രാഹകൻ്റെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണത നൽകുന്ന ഈ പ്രക്രിയ നമുക്കൊന്ന് പരിശോധിക്കാം. ജെമിനി ലാബിൻ്റെ DI സ്റ്റുഡിയോയിലാണ് നമ്മളുള്ളത്. DI എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് എന്നാണ്. നമ്മൾ നേരത്തെ കണ്ടു ലാബിനകത്ത് എങ്ങനെയാണ് ഗ്രേഡ് ചെയ്യുന്നതെന്ന് കണ്ടു. സിനിമ ഷൂട്ട് ചെയ്ത് ആ ഫിലിം കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്ത് നെഗറ്റീവാക്കി ആ നെഗറ്റീവിൽ കളർ കറക്ഷൻസ് ചെയ്തുകൊണ്ടിരുന്ന ആദ്യ കാലഘട്ടത്തിലെ രീതിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ബേസിക് കളേഴ്സ് വെച്ചിട്ട് പ്രൈമറി കളേഴ്സ് റെഡ്, ബ്ലൂ, ഗ്രീൻ ഒക്കെ ഫ്രെയിമിൽ കൂട്ടുകയും കുറയ്ക്കുകയും അതിൻ്റെ അളവ് ഫിക്സ് ചെയ്യും, ടോട്ടൽ ഫിലിമിൻ്റെ ടോൺ ഫിക്സ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ അങ്ങനെയായിരുന്നു. DI എന്ന് പറയുന്നത് അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണ്. ഡിജിറ്റലി ആണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രെയിമിൽ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം നിങ്ങൾക്ക് കളറിൽ ആഡ് ചെയ്യാനും കുറയ്ക്കാനൊക്കെ പറ്റും. മറ്റേ സിസ്റ്റത്തിൽ ടോട്ടൽ ഫ്രെയിമിലാണ് അത് ചെയ്യുക. ഇപ്പോൾ ഒരു ഫ്രെയിമിൽ റോ ആയിട്ട് ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഫിലിമിലെ ഒരു ഫ്രെയിമിൽ DI ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. DIയുടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞു തരുന്നത് ശ്രീ രഘുനാഥാണ്. രഘുനാഥ് ഇവിടുത്തെ DIയുടെ ചീഫാണ്. നമുക്ക് മുതല ഒരു ഫ്രെയിമിൽ എന്നാ ഡിഫറൻസ് വരുന്നതെന്ന് കാണിக்கலாம். അപ്പോൾ இப்போ அந்த முதல்ல ரா ஃபைல் எப்படி இருந்தது? ഈ കാണുന്നത് ആദ്യം ഷൂട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്ന ഫിലിമാണ്. ഇതിങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ്. ഇതിനെ ഇവർ DI ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ടോട്ടൽ അതിന് വന്ന ടോണിന് വന്ന വ്യത്യാസം കണ്ടോ? ഇത് DIയിൽ ചെയ്യുന്നത് പോലെ പ്രോമനൻ്റ് ആയിട്ട് ഇത്രയും എഫക്റ്റീവായിട്ട് മറ്റ് ഗ്രേഡിങ്ങിൽ പറ്റില്ല. അതാണ് DIയുടെ ഒരു സ്പെഷ്യാലിറ്റി. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇദ്ദേഹത്തോട് ചോദിക്കാം. ഇതിലോ பார்த்தீங்கன்னா நீங்கள் again you can remove that shape also like we used it. The shape remove பண்ண so we used like one window here to protect the glare. So you can see the difference. You see this shot we used one cartoon effect in the trees and all. If you see the cartoon effect here, this is see that like painting. We use actual nature. The basic thing what you see, this is the colors. This is a raw footage. So after grading, we change the colors of the whole tint and the leaves and everything separately. Then we use that painting effect in this. You see this all the painting, like painting. How you'll do the painting and all be doing like this. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് ഇത് ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ രീതിയിലൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണെന്നായിരുന്നു. പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ഇവിടെ DIയിൽ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യത്തെ റോ ഷോട്ട് ഒന്ന് കാണും. ഇത് ആണ് റോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് സാധാരണ റിയലായിട്ട് കാണുന്നത് ഇങ്ങനെയാണ്. ഈ ഫുട്ടേജിലാണ് ഇവരുടെ മാജിക്. ഇപ്പോൾ അത് ഒരു പെയിന്റിംഗ് after the final correction. So if you go by step, so this is a basic correction what we did and we made it like this. So one step, this one. So basically if it is like this, then we made it up to അടുത്ത സ്റ്റേജ്. Step by step we'll make it more layers and selectively we'll make it the color correction. And if you want we can make it something like protect the window for particular people, like particular object. Like if you want to bright the train itself, I'll show you. ആ ട്രെയിനിൻ്റെ എൻജിൻ ആ ഫ്രെയിമിലുള്ള ഒരു ഓബ്ജക്റ്റിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. Like this we can make it bright little bit, or we can make it, and we can softness the outer ring whatever we have.
you see this, we made it, this is also tone. So basically this is the color what they shot. And this is too yellowy. And the DP wants a little bit cool because it's a night effect. So we made it the night effect, and if you want to see, I can brighten up the little bit only of the hero face. So how he is little bit glow and change that little bit density. Basically these things will not possible in the traditional way of the film grading. പറഞ്ഞത് കുറേ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഈ ഒരു ഫ്രെയിമിൽ പണ്ട് കാലത്തായിരുന്നെങ്കിൽ ഇതിൽ ബേസിക് കളേഴ്സ്, പ്രൈമറി കളേഴ്സിൽ മാത്രമാണ് മാറ്റം വരുത്താൻ പറ്റുക. റെഡ്, ഗ്രീൻ, ബ്ലൂ തുടങ്ങിയ കാര്യങ്ങൾ മാറ്റം വരുത്തുമ്പോൾ അത് ടോട്ടൽ ഫ്രെയിമിലാണ് സംഭവിക്കുക. ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഇപ്പോൾ നായകൻ്റെ ഇവർ രണ്ടുപേരും നിൽക്കുന്നത് ഒരു നൈറ്റ് എഫക്റ്റിലാണ്. അത് ഷൂട്ട് ചെയ്തപ്പോൾ കുറച്ച് റെഡ് കൂടുതലുണ്ട്. അപ്പോൾ ക്യാമറാമാൻ അത് കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഇദ്ദേഹത്തിന് അത് ഒന്നുകൂടി സോഫ്റ്റ് ആക്കാൻ പറ്റും, ടോട്ടൽ ഫ്രെയിം സോഫ്റ്റ് ആക്കാൻ പറ്റും. പിന്നെ ഈ നായകൻ്റെ ഫേസിൽ കുറച്ചും കൂടിയും ഒരു ലൈറ്റ് വേണം എന്ന് തോന്നിയാൽ അതിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇതിന് കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം. ഒരു പോർഷൻ മാത്രം അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതെല്ലാം ഇവിടെ ചെയ്യാം. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പെയിൻറ്ററുടെ റോളാണ് ശരിക്കും പറഞ്ഞാൽ. പഴയ കാലത്ത് പെയിൻറ്റർ കയ്യിൽ ബ്രഷ് പിടിച്ചിട്ട് ബ്രഷ് പോലെയുള്ള ഒരു സാധനമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. നായകനെ സുന്ദരനാക്കാം ഒരു രഹസ്യമാണ്. ഞാൻ വരെ ചിലപ്പോൾ സുന്ദരനായിരിക്കും. DIയിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒരുപാട് പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് ചെയ്തിട്ടുള്ള പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഒരുപക്ഷെ സാധാരണഗതിയിൽ ഫിലിമിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരുപാട് നല്ലപോലെ DIയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും അനാവശ്യമായിട്ടൊരു വസ്തു അതിനകത്ത് വരും. ഫോർ എക്സാമ്പിൾ ഒരു ലൈറ്റിൻ്റെ കാല് വന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് വന്നു. അതൊക്കെ ഒഴിവാക്കിയെടുക്കാം. നമുക്ക് മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരാൾ മാത്രം കളറായിട്ട് വരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് മാത്രം കളറായിട്ട് വരണം എന്ന് പറഞ്ഞാൽ ഓൾ ദോസ് കൈൻഡ് ഓഫ് പോസിബിലിറ്റീസ് ആർ ദെയർ. അല്ലെങ്കിൽ വിത്തിൻ ദ ഷോട്ട് നമ്മളൊരു ഷോട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട് ഭൂമി മലയാളത്തിൽ DI ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങുന്ന ഷോട്ട് ഒരു പർട്ടിക്കുലർ സമയം വരുമ്പോൾ കളറിലോട്ട് ട്രാൻസ്ഫോം ചെയ്യും. 1998 പ്രദർശനത്തിനെത്തിയ പ്ലസന്റ് വില്ലെ എന്ന സിനിമയിലാണ് DIയുടെ ശ്രദ്ധേയമായ പ്രയോഗം ദർശിച്ചത്. ആദ്യമായി ഒരു കഥാചിത്രത്തിന്റെ ഭൂരിഭാഗവും ഡിജിറ്റൽ ആയി സ്കാനിങ്ങും പ്രോസസ്സിംഗും റെക്കോർഡിംഗും നിർവഹിക്കപ്പെടുകയായിരുന്നു ഈ സിനിമയിൽ. ചിത്രത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകം വർണ്ണങ്ങളുടെ പ്രപഞ്ചത്തെ കണ്ടുമുട്ടുന്ന രംഗം DIയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. പൂർണ്ണമായും കളറിൽ ചിത്രീകരിച്ച ഈ രംഗങ്ങളുടെ ഫ്രെയിമുകളെ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്ത് നിറപ്പകർച്ച നടത്തുകയായിരുന്നു. ലോസ് ഏഞ്ചൽസിലെ സിനി സൈറ്റ് എന്ന സംഘമാണ് സ്പിരിറ്റ് ഡാറ്റ സിനി ഉപയോഗിച്ച് 2K റെസല്യൂഷനിൽ ചിത്രം സ്കാൻ ചെയ്തത്. പൂർണ്ണമായും DI ഉപയോഗിച്ച ആദ്യ ഹോളിവുഡ് ചിത്രം 2000 പ്രദർശനത്തിനെത്തിയ ഓ ബ്രദർ വേർ ആർ ദൗ ആണ്. ഈ ചിത്രത്തിന്റെ DI ജോലികൾ നിർവഹിച്ചത് ലോസ് ഏഞ്ചൽസിലെ സിനി സൈറ്റ് എന്ന സംഘമാണ്. ഒരു ഫുൾ സിറ്റിയുടെ ഡീറ്റെയിലോട് കൂടിയ ഒരു നൈറ്റ് സീൻ നമുക്ക് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് സാധാരണ എന്താ നമുക്ക് ചെയ്യാം. ഒരു ആർട്ടിസ്റ്റിന് സിറ്റിയിലെ ഒരു ഡേയിൽ ഒരു ലേറ്റ് ഈവനിങ്ങിൽ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്ന സമയത്ത് ആ സിറ്റി ഷൂട്ട് ചെയ്താൽ ഈ ആർട്ടിസ്റ്റിന് അതിനനുസരിച്ച് ലൈറ്റ് ചെയ്യണം. അപ്പോൾ അത് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റിയെ കംപ്ലീറ്റ് ഡീപ് പ്രിൻറ്റ് ചെയ്തിട്ട് അതിന് വേണ്ട വിൻഡോസിലും മാത്രമൊക്കെ ലൈറ്റ് കൊടുത്തിട്ട് ഈ ഷോട്ട് ഫുൾ നൈറ്റിൽ സിറ്റിയിൽ നിൽക്കുന്ന പോലെ നമുക്ക് കാണിക്കാൻ പറ്റും.